Welcome to Game King Bears. സോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ആർസ്. ഐ എം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡായിട്ട്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് OnePlus കീബോർഡ് എസ്കേപ്പിൻ്റെ വേറൊരു ഗെയിമാണിത്. എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പാണ് OnePlus കീബോർഡ് പോലെ തന്നെ, ബട്ട് ഇത് വേറൊരു ടൈപ്പിലുള്ള ഒരു ഗെയിമാണ്. നമ്മളിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ചുമ്മാ ഫ്രീ അല്ലേ, സബ്സ്ക്രൈബ് ബട്ടൺ ഫ്രീ ആണ് ഗൈസ്. അത് ഒരു കാര്യമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അടിച്ചങ്ങ് ഓടിച്ചേക്കുക, ഒരു സീനും ഇല്ല. ഫ്രീ സബ്സ്ക്രൈബാണ്, ആരും മേടിക്കേണ്ട, പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. അടിച്ച് പൊട്ടിച്ചേക്കുക. റൂട്ട് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചത്തുപോകുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 വെച്ചാണ് മൾട്ടിപ്ലയർ ഉണ്ട്. 9 റോബക്സ് കൊടുത്താൽ 2x മൾട്ടിപ്ലയർ കിട്ടും. വാങ്ങണ ഐസ്, വേണമെങ്കിൽ വാങ്ങാം. നമ്മുടെ ഈ പൈസയൊക്കെ ഉണ്ട് ഐസ്, വാങ്ങണ. നമുക്ക് നമുക്ക് മാക്സിമം എത്ര ദൂരം റോബക്സ് കൊടുക്കാൻ പോകാൻ പറ്റുമെന്ന് നോക്കാം. ബട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റോബക്സ് സ്പെൻഡിങ് ഗെയിം, ഓക്കെ, അത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് റോബക്സ് സ്പെൻഡ് ചെയ്യാം. ഇതിൽ 8 ലെവൽ റിക്വേർഡ്, ഓക്കെ, റാൻഡംഡ് 8 ലെവലെങ്കിലും വേണം അത് കടക്കാനായിട്ട് എന്നാണ് പറയുന്നത്. ദെൻ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 20 ലൈക്സാണ്. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് സുഹൃത്തുക്കളെ. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ദെൻ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കുക. നമ്മൾ ന്യൂ ഒരു യൂട്യൂബറാണ്, വേണമെങ്കിൽ കണ്ടടേ. 25 റോബക്സാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അത് 9 റോബക്സ് ആയോ എടേ, അത് 25 റോബക്സ് ആയി മാറ്റിയടേ അവന്മാർ. ഇവിടെ കള്ളന്മാർ. ലെവൽ 4 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ശരി, നമുക്ക് കണ്ടോടെ 25 റോബക്സ് ആടാ. എടേ കള്ളന്മാർ. അവന്മാർ ആദ്യം പറഞ്ഞ് 9 റോബക്സ് ആണ്, എടുത്ത് നോക്കുമ്പോൾ 25 റോബക്സ് കള്ളന്മാർ. ഉടായ്പ്. നിങ്ങൾ പറ, നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യണം. റോബക്സ് കൊടുത്ത് വാങ്ങണോ വേണ്ടയോ? ഇപ്പം കമൻറ്റ് ഇട്ടോ. എത്ര പേര് കമൻറ്റ് ഇടുന്നു നോക്കണം. കമൻറ്റ് ഇട്ടാൽ നമ്മൾ വാങ്ങും കേട്ടോ. അത്രേ ഉള്ളൂ. ഒരു സീനില്ല. ഈ ഒരു കണ്ടൻറ്റിലല്ല, അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നിങ്ങൾ എത്ര പേര് കമൻറ്റ് ഇടുന്ന അനുസരിച്ച് നമ്മൾ ചിലപ്പം ഈ അടുത്ത വീഡിയോയിൽ റോബക്സ് കൊടുക്കാനുള്ള ചാൻസ് കൂടും. അടുത്ത ഏത് ഗെയിം വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് ഗെയിമാണ്. ഇതിനെത്ര 25 450 റോബക്സ് കൊടുക്കണോ? പണം പോട്ടെ, പവർ വരട്ടെ എന്ന് പറയണോ? വേണ്ട. ആക്ച്വലി 450 റോബക്സ് ഒക്കെ 3x മൾട്ടിപ്ലയർ എത്ര? 200 റോബക്സ്. അത് 3x മൾട്ടിപ്ലയറിന് 200 റോബക്സ്. ഏടാ, ഇതെന്ത് ഉടായിപ്പാടാ. 25x മൾട്ടിപ്ലയറിന് 415. എടാ, അത് ലാഭമല്ലോ. അപ്പോൾ 25x ലാഭമല്ലോ. നമുക്കത് വാങ്ങിയാലോ. ലാഭമല്ല. തൽക്കാലം ഇപ്പോൾ നമുക്ക് വാങ്ങണ്ട. നമുക്ക് അടുത്ത വീഡിയോ മുതൽ, നിങ്ങളിപ്പം ഒരുപാട് പേര് കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോ മുതൽ നമുക്ക് റോബക്സ് കൊടുത്ത് കളിക്കാൻ എന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് റോബക്സ് എറിഞ്ഞ് കളിക്കുക. അത്രേ ഉള്ളൂ. ആരെ പേടി? ഒരു സീനുമില്ല. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട്, പിന്നെ നിങ്ങൾക്കറിയാലോ നമുക്ക് പണ്ടേ പേടിയില്ലാന്ന് അല്ലേ, റിയൽ മണി എറിഞ്ഞ് നമ്മൾ കളിക്കണം. അത്രേ ഉള്ളൂ. ആരെ പേടി? ഒരു സീനുമില്ല. ഓക്കെ, ശരി. നമുക്ക് ഇപ്പം റീബർത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല. റീബർത്തിന് വേണ്ടി നമ്മൾ 6 ലെവലായിട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പ്രോ ആയിട്ടില്ല. നമ്മളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ന്യൂബ്. നമ്മളെക്കാളും ന്യൂബ്സ് കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെക്കാളും ന്യൂബായിട്ടുള്ളത്. നമ്മളാണ് ഈ കൂട്ടത്തിലെ ന്യൂബ്. കാരണം നമ്മൾ ഗെയിം തുടങ്ങിയല്ലേ ഉള്ളൂ. നമുക്ക് പേടിയില്ല. ബട്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് പേടിയെന്ന് പറയുന്ന സാധനം നമുക്കില്ല ഗെയിമിങ്ങിൽ, അതറിയാലോ. പിന്നെ ഈ ഗെയിമിൽ ഞാൻ കുറേ ഹിന്റുകൾ കണ്ടുപിടിച്ചു വോയിസ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിഞ്ഞോ, കുറേ ഹിൻസ് കണ്ടുപിടിക്കാം നമുക്ക്. അതായത് ഇവിടെ ഈ നമ്മുടെ ഓരോ ഗെയിംസിലുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇത് എത്ര ലെവൽ റിക്വയർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ലെവൽ എത്തുന്ന മുമ്പ് തന്നെ നമ്മൾ ആ ഒരു
ലെവല് നമ്മൾ പോയി നോക്കാൻ പോവാണ്. ആ ഒരു ലെവല്, അതായത് അത് കാണിക്കാൻ മുമ്പ് തന്നെ നമ്മൾ ആ ലെവല് പോയി നോക്കാൻ പോവാണ്. എന്താ ഉണ്ടാവുക, നമുക്കത് കടക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ അഥവാ കടക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ ലെവൽ ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിലും വഴി പോകാമല്ല. ആ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക. ഇങ്ങോട്ടെ ഇതൊക്കെ നമ്മൾക്ക് ലെവൽ 8 റിക്വേർഡ്, നമുക്ക് ഈ ലെവൽ 8 ആയിട്ട് പോകാം. ഇത് ആക്ച്വലി ലെവൽ 8 തന്നെ വേണമെന്ന് തോന്നുന്നു, കാരണം അവന് നല്ല സ്പീഡുള്ള ഒരുത്തനാണ്. ഇപ്പോൾ ലെവൽ 8 ആവും. ഓട് എടേ ഗ്രൂപ്പ് 200 ഞാൻ ക്ലൈംബ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് അതൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ തൽക്കാലം വേണ്ട വെച്ച് ഓക്കെ ലെവലപ്പ് ഇട്. ഓക്കെ പോവാം. ലെറ്റ്സ് ഗോ. അത്രയുള്ളൂ. അയ്യോ ഇത് ഇത്ര ലെവൽ 10 റിക്വേർഡ്. നമുക്ക് ഇത് പോയി നോക്കാവേ, ഓടി നോക്കാവേ. അടുത്ത ഇതിൽ നമുക്ക് ഓടി നോക്കണം. നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ നോക്കാം. ലെവൽ 8 ലെവൽ 10 റിക്വേർഡാണിത്. പക്ഷേ എനിക്ക് ലെവൽ 8 ആടേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ലെവൽ 8 നമുക്കിത് കടക്കാൻ പറ്റും. നിങ്ങൾ അറിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇത് ലെവൽ 48 റിക്വേർഡ് കടക്കാൻ പറ്റില്ല. 10 വിൻസ് അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 3 വിൻസിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2x മൾട്ടിപ്ലൈ ആവും. അത് 2 സ്പീഡ് വെച്ചാണ് കൂടണം. ഈ ഗൊമ്മാലേ, അതാണ് ഏതാ സീൻ? ഒരു സീനുമില്ല. അടുത്ത സാധനം നമ്മൾ അടുത്തെത്തി. അത്രേ ഉള്ളൂ, ഒരു സീനില്ല. നമ്മൾ വേണ്ട വൈബാന്നറിയാലോ. ഇതൊക്കെ നമുക്ക് കിടക്കാൻ പറ്റും. ലെവൽ 9 ലെവൽ 8 ഓടിയെത്തിയ ആളെ ഞാൻ, പിന്നെയാണ് ലെവൽ 9. ലെവൽ 8 ഓടിയെത്തിയ ആളെ ഞാൻ, പിന്നെയാണ് ലെവൽ 9. സിമ്പിൾ പുട്ട് പോലെ അടിച്ച് കഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ ചാടി നോക്കണം. വേണ്ട. അടുത്ത ഇതോടെ എടുത്തിട്ട് പോവാം. അടുത്തതിന് 100 വിൻസാടാ. അടുത്തതിന് 100 വിന്നാണോ അത്? ആർക്കറിയാം. എന്തായാലും ഇപ്പോൾ 5 വെച്ച് നമ്മുടെ മൾട്ടിപ്ലെയർ ആവുന്നത് ജസ്റ്റ് എത്തും. അതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ സിമ്പിൾ കാര്യം. ഏത് ഓക്കെ തള്ളി ഇടുന്നോളാ പുറകിൽ നിന്ന്. അതൊരുമാതിരി പരിപാടി ആയില്ല. തള്ളി ഇടുന്നവൻ പുറകിൽ നിന്ന് എന്നെ തള്ളിയിടാൻ മാത്രം നീ ആയോടാ. അത്രേ ഉള്ളൂ. ഒരു പേടിയില്ല. അത്രേ ഉള്ളൂ. സീൻ അത്രേ ഉള്ളൂ. വൈബ്. ചെറുക്കൻ മറ്റവനെ തൂക്കിയിടാ. അവൻ സിമ്പിൾ സെറ്റി. ഇതൊക്കെ സിമ്പിൾ സെറ്റി. സിമ്പിൾ സെറ്റി. അത്രേ ഉള്ളൂ. ആരെ പേടി? സിമ്പിൾ സെറ്റിയാണ് ഇതൊക്കെ യാതൊരു പേടിയും പിടിക്കേണ്ട കാര്യമില്ല സാധനമാണ്. സിമ്പിളാക്കി ഇതിന് കടന്നു നോക്കാം. നമുക്ക് 14 ലെവൽ. ഓക്കെ 11 ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഏറ്റവും അടുത്ത് വന്നിട്ട് ചാടി നോക്കാം. ഓക്കെ സെറ്റ് വൈബ് സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 14 ലെവലിൽ ഇത് കടക്കാൻ പറ്റും. ഇത് 20 ലെവലിൽ എത്തിയോടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അടുത്ത ഇതിൽ പോയി നോക്കണ്ട. വേണ്ട. അത് റിസ്ക്കാണ്. നമ്മുടെ ഇത് ഇപ്പം തന്നെ നമ്മൾ മാക്സിമം ഫൗളിഷ് ഗെയിം പ്ലേ ആണ്. ഇനി നമ്മൾ ഫൗളിഷ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ എയർ കയറ്റും. അതുകൊണ്ട് നമ്മളിപ്പം തൽക്കാലം നമ്മൾ ഫൗളിഷ് ഒന്നും കളിക്കുന്നില്ല. ഓക്കെ നമ്മളിപ്പം അടുത്ത ലെവലിൽ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അത്രേ ഉള്ളൂ. ഒരു സീനില്ല. അത്രേ ഉള്ളൂ. അയ്യോ ഇടിച്ചടി. അത്രേ ഉള്ളൂ. ഒരു സീനില്ല. ഓടിക്കോ. അയ്യോ അത്രേ ഉള്ളൂ. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പേടിയില്ലല്ലോ. അതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ സീനില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഇതില്ലല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ പേടിയില്ല. അതുകൊണ്ട് പിന്നെ ഓക്കെ ഇത് നമുക്ക് കടന്നു നോക്കാം. ഓക്കെ തൊട്ടടുത്തില്ലേ ചത്ത. നമുക്കിനി ലെവൽ നമുക്ക് 15 കൊന്നു വെച്ച് നോക്കണം കേട്ടോ. അത് നമ്മൾ തൊട്ടടുത്തിട്ടാണ് ചത്ത. അതിന് 20 ലെവലൊന്നും വേണ്ട അതിന് റിക്വൽ. അതവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് 20 എന്ന് പറയുന്നത്. 20 നമുക്ക് വേണ്ട. അത്രേ ഉള്ളൂ. നമുക്ക് പേടിയില്ലല്ലോ. അതുകൊണ്ട് 20 ലെവലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അത്രേ ഉള്ളൂ. ഒരു സീനും ഇല്ല. എൻ്റെ മോനെ നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ സീനില്ല. അത്രേ ഉള്ളൂ. ആരെയും പേടി? വാട എന്നെ പിടിയില്ല. അതേ പൊട്ടൻ മണക്കൂസൻ മണവണാജൻ വാട കയറുവാടാ. നീ പേടിയുണ്ട. പെട്ടെന്ന് നീ ഈ ബോളിലൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ബോൾ പറഞ്ഞിരിക്കുന്ന ലെവലിൽ ഇരട്ടിയായി എന്നല്ല. ഇതൊക്കെ സിമ്പിൾ സാധനം. സിമ്പിൾ സിറ്റി. ഓക്കെ അടുത്ത ലെവൽ 15 ആയപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെല്ലുവാണ്.
ഷിറ്റ് നമ്മൾ കാല് വെച്ചു. പക്ഷെ അത് ഇപ്പോൾ ലെവൽ 16 ആകുമ്പോൾ നമുക്കൊന്നുകൂടെ ചെല്ലണം. നമുക്ക് പിന്നെ പേടിയില്ല എന്നറിയാലോ, അത്രേ ഉള്ളൂ. ആരെ പേടി? ഒരു സീനുമില്ല, ഒരു സീനില്ല, ഒരു സീനില്ല എന്ന് പറഞ്ഞിട്ട് ചത്തുവെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും. ദാറ്റ്സ് പ്രാങ്ക്. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് കുഴിയിലോട്ട് ചാടാൻ പാടില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ നിങ്ങൾ ചുമ്മാ ഓടി അങ്ങ് പോകരുത്, ചാടണം, ജമ്പ് ചെയ്യണം. നിങ്ങൾക്ക് അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. കാരണം ഇങ്ങനെ ജമ്പ് ചെയ്യണം. ഇനി ഞാൻ പറയണേ, സ്പീഡ് കൂടിയതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് വന്ന് തുടങ്ങി ആക്ച്വലി പറയുകയാണെങ്കിൽ. പക്ഷെ നമുക്കത് പ്രശ്നമില്ലല്ലോ. നമ്മൾ എത്ര സ്പീഡ് കൂടിയാലും നമ്മുടെ പ്രോയിസം നമ്മളെ വിട്ട് മാറത്തില്ല. അതിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പണ്ടേ വൈബല്ലേ. നമുക്ക് പ്രോയിസം നമ്മളെ വിട്ട് മാറത്തില്ല. അതാണ് അത്രേ ഉള്ളൂ. 16 ലെവലായി. ഓക്കെ ഓടി എത്തി ഒമ്പോ ഇവിടെ ഞാൻ കയറി കഴിഞ്ഞാൽ എന്നെ ചത്ത. അത് ഫോളാണ്. ഫോള്. ലെവൽ 17 ആകുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ലെവൽ 17 ആകുമ്പോൾ കറക്റ്റായിട്ട് എത്താൻ പറ്റും. ഓക്കെ ലെവൽ 17. ഓക്കെ ഒരു സീനില്ല. ലെവൽ 17 ആകുമ്പോൾ നമുക്ക് സീനായിട്ട് അവിടെ എത്താം. ഓക്കെ ലെവൽ 17 ആകുമ്പോൾ നമുക്ക് സീനാക്കാം. ഓക്കെ ലെവൽ ലെവൽ 17 ഓൾറെഡി ആയി. നമ്മളിന്ന് സീനാക്കാൻ പോകണം. ഓക്കെ ഉള്ളൂ അത്ര. ഇപ്പം ഞാൻ വെച്ച് താഴെ പോയിന്ന്. ഓക്കെ കറക്റ്റാണ് പോകുന്നത്. ഓക്കെ എത്തി കഴിഞ്ഞിട്ട് ചാത്തടാ. ഞാൻ അത് അതിൻ്റെ തൊട്ടടുത്തെത്തിട്ടാ. ഇവന്മാർ കളിപ്പിയരാടാ ചുമ്മാ ഒരുമാതിരി. ലെവൽ 18 ആവും. ഇപ്പോൾ ലെവൽ 18 ആവും. അപ്പോൾ നമ്മൾ പറക്കും. ലെവൽ 18 ആകുമ്പോൾ നമ്മൾ സീനാക്കും. നമ്മൾ അത്രേ ഉള്ളൂ, ഒരു സീനില്ല. നമുക്കിനെ വലിയ ഡയറക്റ്റ് പോകാൻ പറ്റില്ല. ഡയറക്റ്റ് ഇപ്പോഴും നമുക്ക് ബോറായിട്ടില്ല. നമ്മൾ എത്ര ഇത് സീനായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഡയറക്റ്റ് ബോറായിട്ടില്ല. നമ്മൾ പവറായി എന്നൊക്കെ പറഞ്ഞാലും പോറായിട്ടില്ല. ഓക്കെ അടുത്തതിന് പോകണോ? വേണ്ട. നമുക്കിപ്പം 20 വെച്ച് എടുത്തെടുത്ത് പോകാം. അതാണ് നമ്മുടെ മെയിൻ പവറിൻ്റെ കളികൾ. അത്രേ ഉള്ളൂ. 20 വെച്ചാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ 20 വെച്ച് പോകണം. പവർ അത്രേ ഉള്ളൂ. ആരും പേടിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ 18 ലെവൽ 18 ആയി. അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, കടന്നു. ഇത് നമുക്ക് ട്രൈ ചെയ്യണം. ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതിൽ പോകാം. ഓക്കെ എത്തി. അത്രേ ഉള്ളൂ. ആരെയും പിടിയില്ല, അത്രേ ഉള്ളൂ. then ഇത് ഇത് ഇന്ന സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ പാലം കിടക്കണം. ഇത് 35 ലെവലിൽ റിക്യൂർഡാ. നമുക്ക് പറ്റുമോ? ട്രൈ ചെയ്യണോ? അടുത്തതിൽ ട്രൈ ചെയ്ത് നോക്കാമൊന്ന്. ഓക്കെ നടക്കും. ഒയ്യോ നടന്നു. ലെവൽ 18 നമുക്കിത് കിടക്കാൻ പറ്റുമോ? ഇത് നമുക്ക് കിടക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ഇത് ലെവൽ 45 കിടക്കാൻ പറ്റില്ല, ഉറപ്പാണ്. 150 മിനിറ്റ് എടുത്തു. വൈബ് 25 വെച്ച് കൂടാൻ തുടങ്ങി. സീൻ നമ്മൾ പണ്ട് വൈബാണെന്നറിയാലോ. നമ്മൾ ഇത്രയും വൈബായിട്ടുള്ള ആരുമില്ല. അത്ര ലെവൽ ഇതിലെ കുറേ ലെവൽ പറഞ്ഞിട്ട് നമ്മൾ അത്ര ലെവൽ റിക്യൂർഡായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വൈബേഷായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് അത്രേ ഉള്ളൂ. ആരെയാ പേടി? ഒരു സീനുമില്ല. അത്രയുള്ള ലെവൽ 20 ഓക്കെ സ്പോട്ടഡായി. നമ്മുടെ നമ്മൾ സീനായി 212 വിന്നായി. നമുക്ക് ഈ വിൻ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ടെയിലൊക്കെ എടുക്കാനായിരിക്കും മേ ബി. നമുക്ക് നോക്കാം. ദെൻ അത് സ്റ്റേജ് 8 9 അതൊന്നും നമുക്ക് നടക്കില്ല. ഇത് തന്നെ അവർ പറയാത്ത ലെവലാണ് അത്. എന്നിട്ട് ഞാനത് കടന്നു വന്നു. ഓക്കെ നമുക്ക് കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ലെവൽ 21 ആയിട്ടുള്ളൂ. ലെവലിൽ പോകുമ്പോൾ ലെവൽ 22 അത്രോ. അതെങ്ങനെയാണ് ചത്തേ? കളിപ്പീര് ഇവന്മാർ പക്ക കളിപ്പീര്. ഈ ബോൾ ഡേഞ്ചറാണ്. നമ്മൾ അത് സ്പോട്ട് ചെയ്തു. ബോൾ ഡേഞ്ചറാണ്. അറിയത്തില്ല, അറിഞ്ഞോളാം. ബോൾ ഡേഞ്ചറാണ് ബോൾ. ഈ ഒരു ബോളിൻ്റെ അത്ര ഡേഞ്ചറായിട്ടുള്ള ഒരു സാധനവും ഇല്ല. നേരെ ആടാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ആ ഒരു ബ്രിഡ്ജ് പേടിയില്ല. ഓടറാ. അയ്യോ എനിക്ക് എന്തോ ഗ്ലിച്ചായതാണ്, സോറി. ദെൻ ഓടിക്കോ. അത്രേ ഉള്ളൂ. അടുത്തതിൽ പോകാം. നിങ്ങൾ ലാസ്റ്റ് ഇത് മാഞ്ഞ് പോറാകുമ്പോൾ ഒരു ചാട്ടം ചാടിയാൽ മതി, എത്തും. നമുക്ക് പിന്നെ പേടിയില്ലല്ലോ, അങ്ങനെ സീനില്ല. ഓ മാൻ, ഞാൻ ഒരുപാട് നേരം ഓടി. ഇതുവരെ നമുക്ക് മറ്റേ ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല.
നിങ്ങളുടെ സൈഡിലെ വിന്ന് നോക്കി അറിയാം 2K എന്തോ സംതിങ് ആയി. ഇതുവരെ എനിക്ക് മറ്റേ ലെവലിലോട്ട് പോകാൻ പറ്റിയില്ല. അത്രയും 34 ലെവലായിട്ടും എനിക്ക് അത്രയും അവിടെ എത്താൻ പറ്റുന്നില്ല. അത്രയും ടഫാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദെൻ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു പോക്കിലോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചത്തിട്ടുണ്ട്. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കുക. 20 ലൈക്സാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. അപ്പം ബൈ ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കമൻറ്റ് ചെയ്യുക.